നന്മയും തിന്മയും ഏറ്റവും അധികം അനശ്വരതയുള്ള രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ നല്ലത് നമ്മളെ ഏറ്റവും അടുത്ത് പെരുമാറി നമ്മുടെ കൂടെ ജീവിച്ച മരിച്ചുപോയ ഒരാളെ നിങ്ങൾ മനസ്സിൽ ഒരു ഓർമ്മയായി കൊണ്ടുവന്ന് നോക്കൂ. നമ്മൾ അവരെക്കുറിച്ച് എന്താണ് ഓർക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അവരുമായി ഇടപഴകിയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എന്തൊരു നന്മയാണ് അയാളിൽ നിന്ന് എനിക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ എന്തൊരു ഉപകാരമാണ് എനിക്ക് അയാളിൽ നിന്ന് ലഭിച്ചത്, എന്നോട് എന്തൊരു ദ്രോഹമാണ് അയാൾ ചെയ്തത്. ഇത് രണ്ടുമായിരിക്കും നമുക്ക് അയാളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിഴലിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. ആ നന്മകൾ ആ തിന്മകളും നമുക്ക് മറന്നു പോകാൻ പറ്റില്ല. ഒരു പക്ഷേ മരണപ്പെട്ടു പോയ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിൽ വരുന്നത് അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ അവർ ചെയ്ത ചീത്ത പ്രവർത്തനങ്ങളുമാണ്. നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരാളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അയാൾ മരണപ്പെട്ടു പോയി. അയാളെ നമ്മളിപ്പോൾ ഓർക്കുന്നത് അയാൾ നല്ലൊരാളായിരുന്നു, സ്ഥിരമായി പള്ളിയിൽ വന്നിരുന്ന ആളായിരുന്നു, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്ത ആളായിരുന്നു, എന്ത് പ്രശ്നങ്ങളും അയാൾ ഓടി വരാറുണ്ടായിരുന്നു എന്നാ പറയാം. അല്ലെങ്കിൽ എന്ത് പറയും, അയാൾ ഭയങ്കര മദ്യപാനിയായിരുന്നു, ഭയങ്കര മോശമായി ജീവിച്ച വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ആ ഓർമ്മകൾ എന്ത് ചെയ്യും വരും. വിശുദ്ധ ഖുർആനിലെ 98-ാമത്തെ അധ്യായം സൂറത്തു സൽസല നമ്മൾ അതൊന്ന് പാരായണം ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഈ ആശയം നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിശക്തമായ പ്രകമ്പനങ്ങൾക്ക് ഈ ഭൂമി വിധേയമാവുകയും ഭൂമി പൂർണ്ണമായും നശിച്ച് അതിലെ പർവ്വതങ്ങളും കെട്ടിടങ്ങളും എല്ലാം നശിച്ച് ഭൂമി ഒരു പന്ത് ഉരുട്ടിയാൽ ഉരുളുന്ന രൂപത്തിൽ എന്താണ് വിശാലമാണ്. കാഅൻ സോഫ് സഫ, അത് ഭയങ്കര വിശാലമായ ഒരു മൈതാനമായി മാറുകയാണ് ചെയ്യുന്നത്. ആ ഭയാനകതകളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ പറയുന്നത് വഖറജത്തിൽ അർദു അസ്കാലഹ വഖാൽ ഇൻസാനു മാലഹ, ഉള്ളിലതൊക്കെ പുറത്തേക്ക് വരും. അതേപോലത്തെ മനുഷ്യൻ ചോദിക്കും, പരസ്പരം ചോദിക്കുന്നതാണ് എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത് എന്ന് അന്താളിച്ചുകൊണ്ട് മനുഷ്യൻ ചോദിക്കുന്ന രംഗുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഈ നാശവും ഈ മാറ്റവും യുബദല്ലായി ദോയറായിരുന്നു, ഭൂമി ഇതല്ലാത്ത മറ്റൊന്നായി മാറ്റപ്പെടുക. എന്തൊക്കെ മാറ്റങ്ങളുണ്ടായാലും ഫമയ്യ അമൽ മിസ്കാല ദറത്തിൻ ഹൈറൻ യറ വമയ്യ അമൽ മിസ്കാല ദറത്തിൻ ഷറൻ യറ. അണുമണി തൂക്കം നന്മ ഒരാൾ ചെയ്താൽ അതവിടെ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവിടെ കാണും. നമ്മുടെ നന്മ തിന്മകൾ ഒരിക്കലും നശിച്ചു പോകില്ല. മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകൾക്ക് ഈ തകർക്കപ്പെട്ട മാറ്റപ്പെട്ട ഈ ഭൂമി യൗമ ഇതിൻ തുഹദ്ദിദു അഖ്ബാറഹ, അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്നതാണ്. ഈ ഭൂമിയിൽ നടന്ന എല്ലാ നന്മ തിന്മകളെക്കുറിച്ചും ഭൂമി വിളിച്ചു പറയും. ബി അന്ന റബ്ബക ഔഹാലഹ, നിൻ്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയിരിക്കുകയാണ്, സംസാരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഭൂമിനോട്. അതുകൊണ്ട് ഒരിക്കലും അതതിൻ്റെ രക്ഷിതാവിനോട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കില്ല. ഭൂമി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും ഈ ഭൂമി അത് സാക്ഷി പറയും. അതവിടെ ആലേഖനം ചെയ്തു വെച്ചിരിക്കുകയാണ്, അതവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ എന്ന് മുതൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ, ലോകാവസാനം വരെയുള്ള മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഭൂമി വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ ആ നന്മ തിന്മകൾ അവിടെ അനശ്വരമായി നിൽക്കും. മാത്രമല്ല, ഇതൊക്കെ എല്ലാ സർവനാശങ്ങൾക്കും ശേഷം ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെ കൈപ്പിടിയിൽ ചുരുട്ടപ്പെട്ടതിന് ശേഷം നമ്മൾ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഫമയ്യ അമൽ മിസ്കാല ദറത്തിൽ ഒരു നന്മ മിസ്കാൽ ദറയാണ്, എത്രയോ നിസ്സാരമായ ഒരു നന്മ പോലും നമ്മളവിടെ കാണുന്നതാണ്, നിസ്സാരമായ ഒരു തിന്മ നമ്മളവിടെ കാണുന്നതാണ്. അപ്പോൾ എന്താണിത് നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ നിസ്സാരമായ ഒരു നന്മയ്ക്ക് കിട്ടുന്ന അവസരം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഒരു വളരെ കുറ്റമല്ലാത്തൊരു വളരെ ചെറിയൊരു തിന്മയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ആ തിന്മ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. വലാത്ത ഹക്കറന്ന മിനൽ മാറുഫ്, ഒരു നന്മയും നമ്മൾ നിസ്സാരമായി കാണാൻ പറ്റില്ല, ഒരു തിന്മയും അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ള വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ചെറുതെങ്കിലും ഒരു നന്മ നമ്മളിന്ന് സംഭവിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഒരു തിന്മ ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക എന്ന വലിയ സന്ദേശമാണ്
നമുക്ക് ഈ നന്മകളെക്കുറിച്ചും തിന്മകളെക്കുറിച്ചുമുള്ള വിചാരങ്ങൾ നൽകുന്നത്. കൂടുതൽ നന്മ പ്രവർത്തിക്കുവാനും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുവാനും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.